ഹലോ, വെൽക്കം ടു മൈൻഡ്സും മെൻറ്ററിങ്. ഞാൻ ജോത്സ്ന. ഇന്നത്തെ എൻ്റെ വീഡിയോ സെൽഫ് ലവ് ആണ്. നമ്മൾ സ്വയം സ്നേഹിക്കാൻ എത്ര പേര് തയ്യാറാണ്? എല്ലാവരും മറ്റുള്ളവരുടെ കാര്യത്തിനായി പാരൻസിന് വേണ്ടിയിട്ടും റിലേറ്റീവ്സിന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി എത്ര പേര് സമയം സ്പെൻഡ് ആക്കുന്നുണ്ട്? നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കാൻ നിങ്ങൾ ആരെങ്കിലും സമയം കളയാറുണ്ടോ? സമയം കളയാറുണ്ടോ എന്നല്ല, സമയം കണ്ടെത്താറുണ്ടോ? സമയം കളയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം കളയാണല്ലേ. സമയം കണ്ടെത്തുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, അപ്പോഴേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയുള്ളൂ. നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അത് എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന് അറിയോ? നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്? ആദ്യം നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് എത്രത്തോളം കഴിവുകളുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം എബിലിറ്റികൾ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്താൻ പറ്റും. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെപ്പോഴും ചിന്തിക്കുകയാണ്, എനിക്ക് കഴിവില്ല, എന്നെല്ലാവരും കുറ്റപ്പെടുത്താണ്, എനിക്ക് എവിടെ എത്താൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ എത്തുന്നില്ല, എനിക്കൊരു ലക്ഷ്യമില്ല, ഞാനിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളെ അറിയുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവിനെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. എത്രത്തോളം കഴിവുള്ളവരാണെന്ന് അറിയോ നിങ്ങളൊക്കെ? എല്ലാവരും ഇപ്പോൾ ഒരുപാട് പേര് വീടുകളില് ഒരുപാട് ക്ഷമിച്ച് ജീവിതത്തില് രക്ഷപ്പെടുന്നവരാണ്. ജീവിതത്തിൽ സഹിച്ച് പൊരുതുന്നവരാണ്. അതെങ്ങനെയാണ് ക്ഷമിക്കുന്നത്? ആ കഴിവുള്ളത് കൊണ്ടല്ലേ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്രത്തോളം ക്ഷമ കൊണ്ടാണ് നിങ്ങളൊരു ലൈഫിൽ മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആ ലൈഫ് സക്സസ് ആയിട്ട് പോകുന്നുണ്ടാവും. ആ ഫാമിലി ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടാവും. നിങ്ങളവിടെ പ്രതികരിക്കുകയാണെങ്കിൽ ആ ഫാമിലി ഫെയിലിയർ ആവാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പൊ അത് നിങ്ങളുടെ കഴിവല്ലേ. അതുപോലെ എന്തും ഒരു കുടുംബത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നിങ്ങളുടെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ കഴിയുന്നില്ലേ? അതൊക്കെ നിങ്ങളുടെ കഴിവല്ലേ. അപ്പൊ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ കണ്ടെത്തുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടും. അവര് പറയുന്നത്, മറ്റുള്ളവരെന്താണോ പറയുന്നത് അതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക. പക്ഷെ ആ മറ്റുള്ളവർ പറയുന്നത് നിങ്ങളെ ആപത്തിലേക്കാവും കൊണ്ടെത്തിക്കുക. അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാര്യം എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, മറ്റുള്ളവരല്ല. അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തും, ബോഡി ഷേമിങ് ചെയ്യും. മെലിഞ്ഞിട്ടാണ്, തടിയില്ല, കളറില്ല, ഒരു കഴിവില്ല, എവിടെ എത്തുന്നില്ല എന്നൊക്കെ പറയും. അതൊക്കെ അപകർഷതാബോധമായി നിങ്ങളുടെ ഉള്ളിലിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ എന്താ ഇങ്ങനെ, അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. എനിക്ക് എത്രയോ ഭംഗിയും എത്രയോ കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ അപകർഷതാബോധമൊക്കെ തോന്നുമ്പോൾ അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എല്ലാ നെഗറ്റീവ്സും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങളത് കത്തിച്ച് കളഞ്ഞു നോക്ക്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോവും. അപ്പൊ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൊടുക്കാതിരിക്കുക. നിങ്ങളെ സ്നേഹിക്കാൻ സമയം കണ്ടെത്തുക. ഓരോ കാര്യത്തിനും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് അവിടെ ഡെവലപ്പ് ആവും. നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ആവും. അങ്ങനെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് മാറും. നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ എപ്പോഴാണോ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത്, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരിക. നമ്മളിങ്ങനെ ചിന്തിക്കും, എൻ്റെ ഹസ്ബൻഡ് എനിക്കത് വാങ്ങി തന്നില്ല, എൻ്റെ മക്കൾ എനിക്കത് വാങ്ങി തന്നില്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ അവിടെ കൊണ്ടുപോയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ അത്രയും ചോദിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്നില്ല. എന്തിനാ ഹസ്ബൻഡ് വാങ്ങി തരുന്നത്? എന്തിനാണ് നിങ്ങളെ മാതാപിതാക്കൾ വാങ്ങിത്തരുന്നത്? നിങ്ങൾക്ക് വാങ്ങിച്ചൂടെ? നിങ്ങളൊരു ഇൻഡിപെൻഡന്റ് ആയ, നിങ്ങളൊരു ഫിനാൻഷ്യലി ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ലേ? അപ്പൊ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ കണ്ടെത്തുക. നിങ്ങളെ സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിച്ച ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ എപ്പോഴും സന്തോഷവാന്മാരായി മാറുക. നിങ്ങളെപ്പോഴും പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആക്കുക. അതുപോലെ നിങ്ങൾ സെൽഫ് കെയറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതായത് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലായാലും നിങ്ങളുടെ ഹെൽത്ത് നോക്കുന്ന കാര്യമായാലും അതെല്ലാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നമ്മളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാതിരിക്കുക. ആദ്യം നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക. മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്താൽ നാളെ ഒരു പക്ഷെ നമ്മൾ കറിവേപ്പിലയായി മാറിയേക്കാം. കാരണം നമ്മൾ ചെയ്യുന്നതൊന്നും അവരുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ കുറ്റം മാത്രമേ അവർ കണ്ടെത്തുള്ളൂ. അപ്പൊ നമുക്ക് തോന്നും
ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അന്ന് തോന്നുന്നതിന് പകരം അത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആവുക, എല്ലാവരോടും പോസിറ്റീവായിട്ട് സംസാരിക്കുക. അപ്പൊ തന്നെ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാലേ. അപ്പൊ നിങ്ങൾക്കൊന്നും ഇങ്ങനെ തളർന്നിരിക്കാനോ വിഷമിച്ചിരിക്കാനോ ഡിപ്രഷൻ അടിച്ചിരിക്കാനോ അങ്ങനൊന്നും ഇരിക്കാൻ നിങ്ങൾക്ക് സമയമേ ഉണ്ടാവില്ല. നിങ്ങൾ അതിനൊന്നും നിൽക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ തിരക്കായിരിക്കും. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറോട് സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്യൂ നിൽക്കണമെങ്കിൽ ഒക്കെ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട്, നമുക്കതിനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴാണ് നമ്മളിൽ മാറ്റങ്ങൾ വരിക. അപ്പോൾ എല്ലാവരും സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിച്ചാൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ജീവിതത്തിൽ വിജയിച്ച ആളുകൾ, ജീവിതത്തിൽ ഒരുപാട് നേടിയെടുത്ത ആളുകൾ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച ആളുകളൊക്കെ എങ്ങനെയാണെന്നറിയോ? അവരെ സ്നേഹിക്കും. അവരവരുടെ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും. അവർ മറ്റുള്ളവരുടെ വാക്കൊന്നും കേൾക്കാറില്ല. അവർക്കായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.